എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നോമ്പുതുറ സ്പെഷ്യൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സും അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. രണ്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുടിക്കാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സും അതുപോലെ തന്നെ തണ്ണിമത്തം വെച്ചിട്ടുള്ള ഈ ഒരു ജ്യൂസും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ഇളക്കി ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് തീ നന്നായിട്ട് നമ്മളൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. സവാള മാത്രമായിട്ട് നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി ചേരുവകളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ ഇതുപോലെ ഗ്രീൻ പീസ് വേവിച്ചതുമാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് വേവിച്ചെടുത്തിരിക്കുന്നതാണിത്. നിങ്ങൾക്ക് ഡ്രൈഡ് ഗ്രീൻ പീസ് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1 കപ്പ് അളവിൽ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചിട്ട് എടുത്തിരിക്കുന്നതാണ്. വളരെ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 1-2 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കണം. വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു പച്ച ചുവയൊന്ന് മാറുക വേണം. കാറ്റൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണം. അപ്പോൾ നന്നായിട്ട് കുറച്ച് സമയം എടുത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ കുറച്ച് സമയം ഒന്ന് ഇളക്കി ആ ഒരു ക്യാരറ്റും വെന്ത് ഇതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഒരു ചൂടൊന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്കൊരു തണ്ണിമത്തം കൊണ്ടുള്ള ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള ചെറിയൊരു തണ്ണിമത്തം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു തണ്ണിമത്തൻ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയതിന് ശേഷം ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇത് നമ്മളൊന്ന് ഉടച്ചിട്ടെടുക്കണം കേട്ടോ. നല്ല പോലെ തന്നെ ഇതുപോലെ നമ്മൾ തണ്ണിമത്തനൊന്ന് ഉടച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നമ്മൾ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ പാത്രത്തിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ കസ്കസ് സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഏറെ തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റിന് ശേഷം ഇതുപോലെ നല്ല ഡബിളായിട്ട് നമുക്കിത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ നന്നാറി സിറപ്പ് അഥവാ നറുനീണ്ടി സിറപ്പാണ്. ഈ ഒരു നന്നാറി സിറപ്പിന് പകരം നിങ്ങൾക്ക് റൂഹബ്സ് അല്ലെങ്കിൽ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു നന്നാറി സിറപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് എത്രത്തോളം ഇതിന് മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തനിലേക്ക് നമുക്കൊരു കസ്കസ് കുതിർത്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള നന്നാറി സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് പാലും ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നന്നാറി സിറപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ നമ്മൾ പാല് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നന്നായിട്ട് അതിന് ചൂടൊന്ന് കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടെടുക്കുക കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ചിട്ടെടുത്ത് ആവശ്യത്തിനുള്ള പാലും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല തണുത്ത പാല് തന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വത്തക്ക സർബത്ത് അഥവാ തണ്ണിമത്തൻ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്.
ഇനി ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ ഇതുപോലെ മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിതിലേക്ക് പാലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഗ്ലാസ്സിനനുസരിച്ച് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മൾ മൈദ അളന്നിട്ടെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ പാലുമാണ് കേട്ടോ. ഇത് മൂന്നും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് അടിച്ചിട്ടെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബാറ്റർ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബാറ്റർ ഒരുപാട് കട്ടി അങ്ങ് കൂടാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്. ഇതിപ്പോൾ കുറച്ചൊരു തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് വീണ്ടും ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പൊടിക്ക് 1 കപ്പും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്ററിയിൽ നിന്ന് ഒരു തവിയോളം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചിട്ടെടുക്കുക കേട്ടോ. തീ ഒരുപാട് നമ്മൾ കൂട്ടി വെച്ച് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിലങ്ങ് ഒട്ടിയിരിക്കും, നമുക്കിതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിച്ചിട്ടെടുക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റോളം നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 30 സെക്കൻഡ് കൊണ്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചുട്ടിട്ടെടുക്കാം. രണ്ടാമത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. പാൻ ഒരുപാട് ചൂടാണെങ്കിൽ അതിലങ്ങ് ഒട്ടിയിരിക്കും, നമുക്കിത് ചുറ്റിച്ചിട്ടെടുക്കാൻ പറ്റില്ല. വീണ്ടും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മളൊന്ന് കുക്ക് ചെയ്യുക. 1 മിനിറ്റോളം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു സൈഡും കൂടി കുക്ക് ചെയ്തിട്ട് ഇത് നമുക്കങ്ങ് എടുക്കാവുന്നതാണ്. അങ്ങനെ ഇത് കണ്ടില്ല, ഇതുപോലെ എല്ലാം തന്നെ ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഓരോന്നും ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിന് ഒരുപാട് കട്ടി ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഒരുപാട് കട്ടി ഉണ്ടെങ്കിൽ നമുക്കിത് മടക്കൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ബാറ്ററിൻ്റെ ഒരു പരുവം കറക്റ്റ് ആയിരിക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കോഴിമുട്ട പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആദ്യത്തെ നമ്മുടെ ഒരു വെജിറ്റബിളിൻ്റെ ഒരു ഫില്ലിങ് ഇതുപോലെ ഒന്ന് നീളത്തിൽ വെച്ച് കൊടുക്കുക ഈ ഒരു സൈഡിലായിട്ട്. ഒരു മുട്ട ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിൽ ചെറിയ 2 പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ ഒരു 2 തവണ ഒന്ന് മടക്കിയതിന് ശേഷം ഈ ഒരു അറ്റത്തായിട്ട് നമ്മുടെ ഒരു മൈദയുടെ ഒരു ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മൈദയിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തിക്ക് പേസ്റ്റ് പരുവത്തിലൊന്ന് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതിലേക്ക് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു 2 സൈഡും ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാത്തിലും തന്നെ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഞാനൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൈദയുടെ ഒരു ബാറ്ററിൽ നമ്മൾ മുക്കിയിട്ടോ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേപടി തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഒരുപാട് ചൂടുണ്ടാകാൻ പാടില്ല കേട്ടോ എണ്ണയ്ക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൊള്ളി അങ്ങ് പോവും. ഒരു മീഡിയം ചൂടായിട്ട് എടുക്കുന്ന എണ്ണയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വെന്തതാണ്, പുറമേ നന്നായിട്ട് നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ എഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോളിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഒരു തണ്ണിമത്തൻ സർബത്തും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെയും ഈ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും
ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.